ഈ കാണുന്ന കിണർ നമുക്കിന്ന് തേകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കണം. കുറേ നാളുകളായിട്ട് ഉപയോഗിക്കാതെ കിടന്നിരുന്നൊരു കിണറായിരുന്നു ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം തേകി ഇതിനകത്തെ ചവറുകളും ചെളികളും എല്ലാം നീക്കം ചെയ്ത് നല്ല അടിപൊളിയാക്കി ഇട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ കാര്യമായിട്ടുള്ള അഴുക്കുകളൊന്നും വെള്ളത്തിലും കിണറിലും ഇല്ല. എങ്കിലും കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണെങ്കിൽ എല്ലാ കൊല്ലവും തേകി ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കിണറിൻ്റെ റിങ് പവർ വാഷ് ഉപയോഗിച്ച് കഴുകി വെള്ളം മുഴുവനും തേകി കിണർ പറ്റിച്ചു. ഒരു തുള്ളി ചെളി പോലും ഇല്ലാത്ത കിണറിൻ്റെ അടിത്തട്ടും തെളിനീരും. കഴിഞ്ഞ വർഷം ഇതേ സ്ഥാനത്ത് ചെളിക്കുണ്ടിൽ ഇറങ്ങി നിൽക്കുന്ന പോലത്തെ ചേറായിരുന്നു. കുറേ നാളുകളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഈ കിണർ ഇന്ന് വീട്ടുകാർ എല്ലാ ആവശ്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്നു. ഈ വീട്ടിലെ വാട്ടർ ടാങ്കും കൂടെ ക്ലീൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കിണർ തേക്കുന്നതിനായിട്ട് ഇറങ്ങിയത്. ഇനി കുറച്ച് ബ്ലീച്ചിങ്ങും കൂടെ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. കുടിവെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്ലീച്ചിങ് പൗഡർ വാങ്ങി വെള്ളത്തിൽ കലക്കി അതിൻ്റെ തെളി വേണം കിണറ്റിലൊഴിക്കാൻ. ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിണറ്റിലെ വെള്ളം ഉപയോഗിച്ച് തുടങ്ങാം.